ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫെവിക്രൈലിൻ്റെ മോൾഡിംഗ് ക്ലേ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 പാക്കറ്റ് കിട്ടും. 2 പാക്കറ്റിൽ നിന്നും ഒരേ എമൗണ്ടിൽ നമ്മൾ ഇതുപോലെ ക്ലേ എടുത്തിട്ട് രണ്ടും കൂടി നന്നാക്കി മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് കളറായി വരുന്നത് വരെ മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ ക്ലേ കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഈ ഒരു പോർഷൻ കൊണ്ട് ഇതുപോലെ ഒരു ക്യൂബ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിലുള്ള ക്ലേ വെച്ചിട്ട് ഞാൻ 2 ടൈപ്പ് ഫോട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ക്യൂബാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക. അവിടെ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഉണക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ക്ലേ കൊണ്ട് നമുക്ക് വേറൊരു സ്റ്റാൻഡും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ടാൽക്കം പൗഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വൃത്തിയായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിത് പെയിൻറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കളറിലായിട്ട് ഞാനിത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്